ചാമ്പ്യൻസ് ട്രോഫിയിൽ മുഹമ്മദ് ഷമി റംദാൻ കാലത്ത് നൊയമ്പെടുക്കാതെ വെള്ളം കുടിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള കോലാഹലമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. ഷമി വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ രാജ്യമെമ്പാടുമുള്ള മുസ്ലിം ട്വിറ്റർ ഹാൻഡിലുകളിലടക്കം പ്രചരിച്ചിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനം ഷമിക്കെതിരെ ഉണ്ടായിരുന്നു. ഷമിക്കെതിരെ വിഷം ചീറ്റിക്കൊണ്ട് മുസ്ലിം പണ്ഡിതന്മാരടക്കം രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇതിനെല്ലാം കഴിഞ്ഞ ദിവസം ഷമി മറുപടി കൊടുത്തിരിക്കുകയാണ്. ഷമി കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ അവിടെ നിന്നും വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷവും ഷമി ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ നൊയമ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വ്രതാനുഷ്ഠാനം അത് സ്വാതന്ത്ര്യത്തിൽ എടുക്കുന്നവർ എടുത്താൽ മതി, എടുക്കാത്തവർ എടുക്കണ്ട എന്ന രീതിയിലാണ് ഇത് അനുഷ്ഠിച്ചു പോരേണ്ടത് എന്ന് പറഞ്ഞ് ഷമിയെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പറ്റം മതപണ്ഡിതന്മാർ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ ഷമാ മുഹമ്മദ് അടക്കം ഷമ്മിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ലെങ്കിലും ഷമാ മുഹമ്മദിനെ ട്രോളിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാരും രംഗത്തെത്തിയിരുന്നു. നോമ്പ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഷമ്മിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് ഷമാ മുഹമ്മദിന് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷമയെ ട്രോളിക്കൊണ്ട് കേരളത്തിലെ ട്രോളന്മാർ രംഗത്തെത്തിയത്. എന്നാൽ നിലവിൽ ബൗളർ മുഹമ്മദ് ഷമി റമദാൻ സമയത്ത് നോമ്പെടുത്തില്ലെന്ന മുസ്ലിം പുരോഹിതന്റെ പരാമർശം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിനിടെ ഷമി എനർജി ഡ്രിങ്ക് പോലെയുള്ള വെള്ളം കുടിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ വ്യാപകമായതോടുകൂടി ഷമിയെ വിമർശിച്ച് നിരവധി മുസ്ലിം പണ്ഡിതന്മാർ രംഗത്തെത്തി. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വിയാണ് വിമർശനവുമായി രംഗത്തെത്തിയവരിൽ അതികഠിനമായി ഷമ്മിയെ വിമർശിച്ചത്. ഇത് വിവാദമായതോടുകൂടിയാണ് ഈ വിഷയം അങ്ങ് കൊഴുത്തത്. ശരീഅത്ത് നിയമത്തിന് മുന്നിൽ ഷമ്മി തെറ്റുകാരനാണെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നുവെന്നുമാണ് റസ്വി പറഞ്ഞത്. എന്നാൽ മുഹമ്മദ് ഷമ്മിയെ പിന്തുണച്ച് ഇപ്പോൾ ഒരു കൂട്ടം മുസ്ലിം പണ്ഡിതന്മാരും രംഗത്തെത്തിയതോടുകൂടി വിവാദം ആളിക്കത്തുകയാണ്. ഇത് അള്ളാഹുവും ഷമ്മിയും തമ്മിലുള്ള വിഷയമാണ് എന്നാണ് ഈ ഷമ്മിയെ പിന്തുണച്ച് എത്തിയ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. മൗലാന ഖരി ഇഷാഖ് ഗോറ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നോമ്പ് തുറക്കാൻ ഇസ്ലാം അനുമതി നൽകുന്നു എന്നാണ് ഈ ഇസ്ലാം പണ്ഡിതൻ പറഞ്ഞത്. അതായത് മൗലാന ഖരി ഇഷാഖ് ഗോറ എന്തായാലും യുക്തിക്ക് നിരക്കുന്ന കാരണങ്ങളുടെ പേരിൽ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കുന്നതും അത് കുറ്റകരമല്ല, അങ്ങനെ സാധിക്കുമെന്നും അത് പാപമല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നോമ്പ് അനുഷ്ഠിക്കാത്തതിൻ്റെ കാരണം ശരീഅത്ത് മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് അള്ളാഹുവും ഷമിയും തമ്മിലുള്ള പ്രശ്നമാണ്, മറ്റുള്ളവർ ഇക്കാര്യത്തിൽ വിധികർത്താവാകേണ്ട എന്നാണ് കൃത്യമായി ഗോറ പറഞ്ഞിരിക്കുന്നത്. അജ്മീർ ദർഗയിലെ ഖാദിം സെയ്ദ് അഫ്താൻ ചിസ്തിയും ഷമിയുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. മൗലാന ഷഹാബുദ്ദീൻ റസ്വിയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും വെറുതെ ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ഗിമിക്ക് മാത്രമാണ് ഇതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളാണ് മുഹമ്മദ് ഷമി. ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിനായി ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ റസ്വിയെ പോലെയുള്ളവർ പബ്ലിസിറ്റിക്കായി അടിസ്ഥാനരഹിതമായ പ്രസ്താവന ഇറക്കുന്നുവെന്നാണ് ചിസ്തി പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദമാണ് ഷമ്മിയുടെ ഈ പ്രസ്താവനയിൽ ഉയർന്നു കേട്ടത്. രാജ്യത്തിനായി കളിക്കുന്ന ഒരു വ്യക്തിയെ മതപരമായിട്ടുള്ള കാരണങ്ങളിൽ രാജ്യമാണോ മതമാണോ ഏറ്റവും വലുത് എന്നുള്ള ചോദ്യത്തിൽ മതമല്ല രാജ്യമാണ് ഏറ്റവും വലുത് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷമ്മി എന്ന് പറഞ്ഞ് ഷമ്മിക്ക് അഭിനന്ദന പ്രവാഹം ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഒരു കൂട്ടം മതപണ്ഡിതന്മാരും ഷമ്മിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.